സ്കൂളില്ലാത്ത ദിവസം ഉമ്മാൻ്റെ വീട്ടിൽ വിരുന്നു പോകുന്ന പിള്ളേരെ നിങ്ങൾക്കൊക്കെ അറിയും. പക്ഷെ കയറിട്ട് വലിച്ചാലും വിരുന്നു പോകാത്ത ഒരു മൂരാച്ചിയായിരുന്നു ഞാൻ. സ്കൂളും മദ്രസയും ഇല്ലാത്ത ദിവസം ഉമ്മ പോകാനുള്ള അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഉമ്മാമ്മൻ്റെ കയ്യിൽ നിന്ന് സമ്മതം മേടിച്ചു വരുമ്പോൾ പൂമുഖത്തെ മടക്കി കസേരയിലിരുന്ന് ഞാൻ പറയും, ഞാൻ പോരൂല. ഗോജരാജാവേ റബ്ബേ. അപ്പോൾ ഉമ്മാൻ്റെ ഒരു നോട്ടമുണ്ട്. എന്നെ പപ്പടക്കോലിൽ കുത്തി തോട്ടിലേക്ക് എറിഞ്ഞു കളയുമെന്ന് തോന്നും. നയ്യ നിൽക്കണ്ട, പോയി പോന്നാളാ എന്ന് ഉമ്മാമ്മ ഓർഡർ ഇടും. ഉമ്മാൻ്റെ കണ്ണൊക്കെ നിറയും. അതീവ ദുഷ്ടയും കണ്ണീർ ഗ്രന്ഥി ഇല്ലാത്തവളുമായ ഞാനത് മെയിൻ്റാക്കൂല. ഉമ്മയും ആങ്ങളമാരും പോകാനിറങ്ങുമ്പോൾ എന്നെ പിന്നെയും നോക്കും. അന്നേരം ഞാനേതോ വലിയ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥയെ പോലെ മുഖം തിരിച്ചു കളയും. ഞാൻ പോയാൽ ഈടെ ഉപ്പ ഒറ്റക്കാകും. അതെനിക്ക് പറ്റാത്ത കാര്യമാണ്. അങ്ങനെ ഇരിക്കെ മൂത്തമ്മാൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ തക്കാര പരിപാടി വന്നു. പെണ്ണിൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ തക്കാരം കൊടുക്കണമെന്നത് അന്നത്തെ നാട്ടുനടപ്പാണ്. സെഫിയെ, ഈ തലേന്നേനെ പോരണട്ടോ, ബിരിയാണി വെക്കാൻ അന്നെ കണ്ടിട്ടുള്ളത്. വലിയ അമ്മോൻ ഫോൺ വിളിച്ചു പറഞ്ഞു. മൂപ്പര് പറഞ്ഞാൽ ഉമ്മാക്ക് അപ്പീലില്ല. ഉപ്പാൻ്റെ സ്ഥാനമുള്ള പൊന്നാങ്ങളെയാണ്. പുരൽ പാർക്കാൻ പറ്റുന്ന സന്തോഷത്തിൽ ഉമ്മ തുള്ളിച്ചാടി. അതിൻ്റെ ഇടയിൽ ഒരു മില്ലി സെക്കൻഡിൽ എന്നെ നോക്കിയതും ഉമ്മാൻ്റെ സകലമാന പ്രതീക്ഷയും ഞാനെന്ന മഹത് ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു. ഈ പോരില്ലാന്ന് ഉമ്മാമാനോട് പറയരുതിട്ടോ, ഒരു ദിവസം പാർക്കാനല്ലേ. ഉമ്മ വിനയകുനിതയായി എന്നോട് അപേക്ഷിക്കുകയാണ്. ഞാനില്ല, ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം കൊടുത്തു. പോരുമ്പോൾ മുട്ടായി വാങ്ങിത്തരണ്ട് ഉമ്മ ഓഫർ വെച്ചു. ഏതുമ്മ? മുട്ടായി വാങ്ങാൻ ഉപ്പ തരുന്ന 2 രൂപ മേടിച്ച് 50 പൈസ തരുന്നു ഉമ്മ. പുറത്തു പോയി ഫ്രൂട്ടി മേടിച്ച് തരുന്നതിന് പകരം ബാഗിൽ കൊണ്ടുപോയ പച്ചവെള്ളം തരുന്നു ഉമ്മ. ഞാനത് വിശ്വസിക്കില്ലെന്ന് പറഞ്ഞാൽ ഇല്ല, അത്ര തന്നെ. നിങ്ങൾ പോയി നിന്നോളി, ഞാനില്ല. ഞാനെൻ്റെ ഉത്തരത്തിൻ്റെ നീളം കൂട്ടി പരിഷ്കരിച്ചു. കള്ള ബലാല് ഓളെ താടിക്കൊരു തട്ടുകൊടുക്കി ഉമ്മ. വിരുന്ന് പാർക്കാനുള്ള വിസ റദ്ദാക്കാൻ മുതിരുന്ന എന്നെ നോക്കി വലിയ ആങ്ങള മൊഴിഞ്ഞു. എന്നിട്ട് മുഷ്ടി ചുരുട്ടി കുത്താൻ ഒരു ഓങ്ങലോ. അതും സൽസ്വഭാവം നിഷ്കളങ്കയും സർവോപരി നന്മ നിറഞ്ഞുമായ എന്നെ. അല്ലോയ് ഇപ്പച്ചി, കുഞ്ഞുമോൻ എന്നെ കാട്ടി ആഹൂ. ഗാനമേളക്ക് കാണുന്ന സൗണ്ട് ബോക്സ് തൊണ്ടയിൽ കൊണ്ട് നടക്കുന്ന ഞാൻ അലറിക്കൂവി. നിലത്ത് കിടന്ന് കുത്തിമറിഞ്ഞു. ഒറ്റത്തുള്ളി കണ്ണീർ വരാത്ത ഞാൻ രംഗം വഷളാക്കി ബാക്കി നടക്കാൻ പോണത് 3-ാം കണ്ണിൽ കണ്ട ഓൻ മണ്ടി കഴിച്ചിലായി. തൊള്ളടക്ക് സബിലജ്ജി, പോരണ്ട. ഒച്ചയിട്ട് എൻ്റെ സൗണ്ട് ബോക്സിലോട്ടുള്ള വയർ ഉമ്മ കട്ട് ചെയ്തു. നിങ്ങൾ എനിക്കിഷ്ടമല്ല, ഞാൻ ഉമ്മാനോട് കെറിവിച്ചു വിളിച്ചു പറഞ്ഞു. അന്നേ ഞങ്ങൾക്കും ഇഷ്ടമല്ല, അടുക്കളപ്പുറത്തിരുന്ന് വലിയ ആങ്ങള വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഒരാളോട് ഇഷ്ടം ഇല്ല എന്നൊക്കെ പറയാവോ? ഞാൻ പറയുന്ന പോലെയാണോ? അവരൊക്കെ എൻ്റെ പിഞ്ചു ഹൃദയം വേദനിച്ചു. വിരുന്ന് പാർക്കാൻ ഓരെ സമ്മതിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞയെടുത്തു. അന്ന് രാത്രി ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. ഉപ്പയും ഉമ്മയും ഞാനും ഒരു കട്ടിലും ഏട്ടന്മാർ മറ്റൊരു മുറിയിലുമാണ്. ആ മുറിയിൽ തന്നെയാണ് അവർ കിടക്കുന്ന മുറിയിലേക്കുള്ള വാതിൽ. ഉമ്മ, കാട പൊരിച്ചതുണ്ടാകുമോ? തീറ്റ വിക്നസായ വലിയ ആങ്ങളെ വിളിച്ചു ചോദിക്കുകയാണ്. ഇക്കറിയില്ല, ഉമ്മ നെവർമൈൻഡ് ആക്കുന്ന പോലത്തെ മറുപടി കൊടുത്തു. വെറുംചോറുണ്ടാവുമോ? കല്യാണപ്പുരന്ന് കഞ്ഞി കുടിക്കണമെന്ന സ്വപ്നം കാണുന്ന 2ാമത്തെ ആങ്ങളയുടെ ചോദ്യമായിരുന്നത്. ഇക്കറിയില്ല. ഇക്കയുടെ കട്ടിയിൽ അറിയാം പാർക്കാൻ പോകാൻ പറ്റാത്തതിലുള്ള മൂപ്പത്തിൻ്റെ കുയിന്ത്. ഞാൻ തലേൻ്റെ മേളിൽ കൂടെ പുതപ്പിട്ട് മയ്യത്തിൻ്റെ ഡെമോ പോലെ കിടന്നു. ആങ്ങളമാർ തൊള്ള ആമത്തായിട്ട് പൂട്ടി. ഇതുവരെ മിണ്ടാതിരുന്ന ഉപ്പ എന്നെ തട്ടി വിളിച്ചു. ഈ നാളെ ഓരൊപ്പം പോയി ഒന്ന് പാർത്തു പോന്നാളാ. ഞാൻ മിണ്ടിയില്ല. ഉമ്മ ഉപ്പാനോട് പറഞ്ഞു എന്നെ സ്വാധീനിക്കുകയാണ്. വിളവത്തി. അതിന് ഇന്നല്ലേ പാർക്കാൻ പറഞ്ഞത്? ഇന്ന് കഴിഞ്ഞില്ലേ? നാളെ ഇന്നല്ലല്ലോ. നന്മ നിറഞ്ഞവളും സൽസ്വഭാവിയും നിഷ്കളങ്കയുമായ ഞാൻ ചോദിച്ചു. നാളെ പാർത്താലും മതി. ഇപ്പോൾ ചോറൊക്കെ ബാക്കിയുണ്ടാവും, അത് അന്തിക്കും തിന്നാം. തക്കാരത്തിന് കൊണ്ടുവരുന്ന ചീരിനി ഓരി വെക്കുന്നതിന് മുൻപ് തിന്നാം. പൂട്ടിയ തൊള്ള തുറന്ന് വലിയ ആങ്ങള വിളിച്ചു പറഞ്ഞു. ഈ ചങ്ങായിക്ക് തീറ്റ എന്നൊരു നിജത്തേ ഉള്ളൂ. ഈ ഒന്നും മിണ്ടാതെ നിൽക്കുമോ? ഞാൻ ഒച്ചയിട്ടു. ഇജ്ജ് പോടി സബിന കുബിന. ഓൻ്റെ താഴെ ഉള്ളാൻ്റെ താഴെ ഉള്ള എന്നെയാണ് യാതൊരുവിധ ബഹുമാനവുമില്ലാതെ വിളിക്കുന്നത്. എനിക്കങ്ങ് സങ്കടം വന്നു. ഞാൻ ഇനി എന്തായാലും പോരൂല. പുതപ്പ് ചുരുട്ടി വലിച്ചെടുത്ത് തെറ്റി നിലത്ത് കിടന്നു. ഇങ്ങൾ ഉറങ്ങിക്കാണി മനുഷ്യ, ആ ജന്തുവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുവരെ കൊയിന്ത് കാട്ടിക്കിടന്ന ഉമ്മയാണത് പറഞ്ഞത്. ജന്തു? ആര്? ഞാൻ? 10 മാസം ഗർഭമാത്രത്തിൽ കിടന്ന് ഞാൻ ആറ്റുനോറ്റ് കിട്ടിയ ഏക പെൺമണി ചക്കരമുത്തായ ഞാൻ. ഇത്രയും ക്രൂരയായ സ്ത്രീയാണല്ലോ എൻ്റെ മാതാവ്. എത്രയെത്ര മനുഷ്യർ നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുന്നു എന്നെപ്പോലൊരു തങ്കക്കുടത്തിനെ കിട്ടാൻ. അന്നേരമാണ് ഇവർ കിട്ടിയ മാണിക്യത്തെ ജന്തു എന്ന് വിളിക്കുന്നത്.
ഞാൻ എഴുന്നേറ്റിരുന്ന് കണ്ണീർ ഗ്രന്ഥിയുടെ സ്കൂർ ചെറുതായി ഒന്ന് ലൂസാക്കി. തലമുട്ടിൽ വെച്ചുള്ള കരച്ചിലിൻ്റെ പ്രാകൃത രൂപം സ്വീകരിച്ചു. ആരും ശ്രദ്ധിക്കുന്നില്ല. കഷ്ടപ്പെടുത്ത് വരുത്തുന്ന കണ്ണീരാണ്. മൂക്ക് വലിച്ചു ഒച്ചയുണ്ടാക്കി നോക്കി. ആരും കേൾക്കണ്ട, ഉപ്പ മാത്രം കേട്ടാൽ മതി. വരാത്ത തേങ്ങലിനെ ചൂണ്ടലിട്ട് വിളിച്ചു വരുത്തി. കേൾക്കുന്നില്ല പുല്ല്. രണ്ടും കൽപ്പിച്ച് എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു. അല്ലാതെ ഇവരെൻ്റെ വ്യസനം കാണാൻ പോണില്ല, പരിശ്രമിക്കാതെ റിസൾട്ട് കിട്ടാൻ. ഇത് ഭാഗ്യക്കുറി അടിക്കുന്നതല്ല. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പെടലിക്ക് പിടിച്ച് ശ്രദ്ധിപ്പിക്കണം. സകല സങ്കടവും ആവാഹിച്ചു. മോന്ത കൂട്ടി സങ്കടം വരുത്തി. കണ്ണീർ മാത്രം വരുന്നില്ല. മൂക്ക് വലിച്ചു ഒന്നുകൂടെ ഒച്ചയുണ്ടാക്കി. ഏകദേശം ആംബിയൻസ് ഒപ്പിച്ചു. എന്താണ്? ഉമ്മ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. അതിന് ആരവരോട് മിണ്ടുന്നു? ജന്തുക്കൾ മിണ്ടാറില്ല ഹേ. നിഷ്കളങ്കത മാത്രമുള്ള മുഖത്ത് പാടുപെട്ട് ആർട്ടിഫിഷ്യലായി ഞാൻ ദേഷ്യം വരുത്തി. ഇപ്പാൻ്റെ കുട്ടി നാളെ ഒരു ദിവസം പാർത്തുവാ. കളർ കോഴിക്കുട്ടിനെ വാങ്ങണ്ട അമ്മക്ക്. ഞാൻ മൂളി. പിന്നെ എന്താ ഉപ്പാൻ്റെ കുട്ടിക്ക് വേണ്ടത്? ഉപ്പ ഉമ്മാക്ക് വേണ്ടി എന്നെ സോപ്പിട്ട് അനുനയിപ്പിക്കുകയാണ്. വേറൊന്നും വേണ്ട. ലിസ്റ്റ് കുറേ ഉണ്ടേലും ഞാൻ മനസ്സില്ലാ മനസ്സോടെ പോകാൻ തയ്യാറായി. പക്ഷേ ആടെ പോയാൽ എന്നെ കുളത്തിൻ്റെ അങ്ങോട്ട് പറഞ്ഞേക്കണം. ഞാൻ ഡിമാൻഡ് വെച്ചു. അസ്ലു ഈ കൊണ്ടോണട്ടെ, ഉപ്പ രണ്ടാമത്തെ ആങ്ങളയോട് വിളിച്ചു പറഞ്ഞു. ഓൻ ഉറങ്ങി, ഞാൻ കൊണ്ടുപോയിക്കോട്ടെ, വലിയ ആങ്ങള മറുപടി പറഞ്ഞു. വെറുംചോറ് നാളെ കിട്ടൂല എന്നുള്ള ടെൻഷനിൽ ഉറങ്ങിപ്പോയതാവും പാവം. ഈ ഉറങ്ങുന്നില്ലേ? ഉപ്പ വിളിച്ചു ചോദിച്ചു. അതിന് ഓൾ ലൈറ്റ് ഓഫാക്കണ്ടേ? പിന്നെ ലൈറ്റുമേലല്ലേ ഓൻ്റെ ഉറക്കം. സ്വിച്ച് ഓഫാക്കിയപ്പോൾ ഞങ്ങൾ എല്ലാവരെയും ഭീകരരൂപിയായ ഉറക്കം പിടിച്ചുകൊണ്ട് പോയി. പിന്നെ രാവിലെ 7 മണിക്കാണ് ഉറക്കത്തിൻ്റെ തടവറയിൽ നിന്ന് ഞാൻ മോചിതയായത്. ഉമ്മാൻ്റെ വീട്ടിൽ ഒരു 5 പെൺമക്കളും 2 ആൺമക്കളും അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെയായി ഒരു പൂരം വൈബാണ്. എങ്ങും ഉന്മാദയുല്ലാസ പൂത്തിരി കത്തുന്ന ആഘോഷ പ്രകമ്പനമുള്ള ഇടം. അന്തം വെച്ചതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ പാർക്കാൻ പോക്കാണ്. ഞാൻ പാർക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അത്ഭുതം. ഓ, ഇജ്ജ് ഇങ്ങോട്ടൊക്കെ വരുമോ? വെറുതെ അല്ല മയക്കാറ് എന്നൊക്കെയുള്ള കുനിഷ്ട് വർത്തമാനം കേട്ടപ്പോൾ ആംപ്ലിഫയർ ഉള്ള എൻ്റെ തൊണ്ടയിലെ ബോക്സ് സെറ്റ് ഞാൻ ഓണാക്കി. പിന്നെ എല്ലാവരും ബഫർ സോൺ ഏരിയയിൽ വീട് വെക്കാൻ മടിക്കുന്ന പോലെ എന്നെ ഒരു കയ്യകലത്തിൽ നിർത്തി. വലിയ ആങ്ങള കൂട്ടും കൂടി നടന്ന് തിന്ന് ആർമാദിക്കുകയാണ്. കുളത്തിൽ കൊണ്ടുപോകാം എന്നുള്ള വാഗ്ദാനം പാലിക്കുന്നില്ല. ഓർമ്മിപ്പിക്കുമ്പോഴെല്ലാം 2 വീട് അപ്പുറത്തല്ലേ, ഒറ്റയ്ക്ക് പൊക്കൂടെ, നിനക്ക് കാലില്ലേ എന്നുള്ള അതികഠിനമായ ചോദ്യങ്ങൾ. ബോഡി ഗാർഡ്സ് ഇല്ലാതെ ഞാൻ പുറത്തു പോകാറില്ല. രണ്ടാമത്തവനോട് ചോദിച്ചു നോക്കി. ഓൻ അടക്കാപ്പായ മരത്തിൻ കൊമ്പിൽ കുടിൽ കെട്ടി താമസിക്കാനുള്ള പുറപ്പാടാണ്. വന്നപ്പോൾ കയറിയതാണ്, ഇറങ്ങുന്നില്ല. എൻ്റെ പ്രതീക്ഷ അസ്തമിച്ചു. ഞാൻ ചതിക്കപ്പെട്ടിരിക്കുന്നു. പുഴക്കകത്ത് നിറയെ പിള്ളേരുണ്ട്. ഞാൻ ആണ്ടിലൊരിക്കൽ വരുന്ന മാവേലി ആയതുകൊണ്ട് ആരും എന്നോട് അടുക്കുന്നില്ല. കളിക്കാൻ വിളിച്ചു മുട്ടായും തന്നും അവരെന്നെ വഴിതെറ്റിക്കാൻ നോക്കി. ഉത്തരവാദിത്വബോധമുള്ള മെച്യൂരിറ്റിയും അർപ്പണബോധവും കണക്കിലധികമുള്ള ഞാനതെല്ലാം നിഷേധിച്ചു. വാഗ്ദാനങ്ങളും വർത്തമാനങ്ങളിലും വീഴുന്ന രക്തഗ്രൂപ്പല്ല എ പോസിറ്റീവ്. അങ്ങനെയുള്ള എന്നെയാണ് അവർ അടുപ്പിക്കാത്തത്. ഉമ്മ കുളത്തിക്ക് പോണ്ടേ? ഞാൻ മെല്ലനെ ചോദിച്ചു. പോണ്ട, നല്ല വെള്ളമുണ്ട്. കിരാത മനസ്സുള്ള ഉമ്മ മറുപടി പറഞ്ഞു. ഞാൻ ഉപ്പാനോട് പറഞ്ഞു കൊടുക്കും. സൽസ്വഭാവിയായ ഞാൻ ഉറക്കെ മൊഴിഞ്ഞു. പിന്നെ ഞാൻ ഉണ്ടായിട്ട ഉപ്പാക്ക ഈ ഉണ്ടായത്. ഈ അവിടെ കാണിക്കുന്ന സ്വഭാവം ഇവിടെ കാണിക്കണ്ട. ദുഷ്ടത്തി പറയുകയാണ്. പറയാലോ, ഇവിടെ ഉള്ളതെല്ലാം ഉമ്മാൻ്റെ ആൾക്കാരാണ്. ഉമ്മാൻ്റെ വീട്, ഉമ്മാൻ്റെ നാട്, പൂക്കോട്ടൂർ തൊട്ട് ഇങ്ങോട്ടെല്ലാം ഉമ്മാൻ്റെ സാമ്രാജ്യമാണ്. എന്നെ അവഗണിക്കാം, പുച്ഛിക്കാം. എൻ്റെ രാജ്യമല്ലല്ലോ. പക്ഷേ ഞാൻ ഉണ്ടായിട്ട ഉപ്പാക്ക് ഈ ഉണ്ടായതെന്ന്. ഏടുത്ത ന്യായമാണിത്. ആലം ദുനിയാവിൽ ഇന്നേപോലെ ഉപ്പാനെ സ്നേഹിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? എന്നെപ്പോലെ സ്നേഹിക്കാൻ ഈ ഉമ്മാക്ക് സാധിക്കുമോ? ഉപ്പാക്ക് ഗുളിക കുടിക്കാൻ ഗ്ലാസ്സിൽ വെള്ളം കൊണ്ട് വെക്കുന്നത് ആരാണ്? ഞാനാണ്. ഉപ്പാൻ്റെ കണ്ണട തുടച്ചു കൊടുക്കുന്നതും ഉപ്പാൻ്റെ കൂടെ അങ്ങാടിയിൽ പോണതും ഞാനാണ്. ഉപ്പാക്ക് എന്നെയാണോ ഉമ്മയാണോ ഇഷ്ടമുണ്ടാവുക? ഉമ്മയെ ഇഷ്ടപ്പെടുന്നതിൽ എനിക്ക് യാതൊരുവിധ എതിർപ്പുമില്ല. എനിക്ക് ശേഷം ആയിരിക്കണം, അത്രയേ ഉള്ളൂ. അതാണ് ന്യായം, അതാണ് നീതി. ചങ്ക് പൊട്ടുന്നു. ഉമ്മമാർക്ക് പറയാൻ കൊള്ളാവുന്ന വർത്താനല്ല ഉമ്മ പറഞ്ഞിരിക്കുന്നത്. ചങ്ക് ടപ്പേ ടപ്പേ എന്ന് പൊട്ടി. സഹിച്ചു ഞാൻ. നാട്ടിലെത്തുന്നവരെ ക്ഷമിക്കണം. ശത്രുപാളയത്തിൽ യോദ്ധാക്കൾ പാലിക്കേണ്ട മര്യാദയാണത്. വടക്കിണിക്കോലയിൽ തടവ് പുള്ളിയെ പോലെ ഞാനിരുന്നു. കുളം കാണാൻ പോണ പറ്റിയാലൊന്ന് കാല് നനയ്ക്കണം. മുഖം കഴിക്കൂല. ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന യാഡ്ലിയുടെ പൗഡറിട്ട പരിശുദ്ധമാക്കപ്പെട്ട മുഖമാണ്. മെല്ലനെ കോലായിൽ നിന്നിറങ്ങി നടന്നു. വല്യമ്മാവൻ്റെ മോളുടെ മോനുണ്ട്. കൂട്ടം തെറ്റിയ ആടിനെ പോലെ നിൽക്കുന്നു. എന്നേക്കാളും ഇളയതാണ് ചങ്ങാതി. ഈയുണ്ടോ കുളത്തിക്ക്? ശത്രുരാജ്യത്തിനുള്ള ഓനോട് വിശാലമായ മനസ്കമായ ഞാൻ സൗഹൃദഹസ്തം നീട്ടി. വെള്ളിയും വെള്ളിയാഴ്ചയും ഒന്നാണത്രേ. വിവരമുള്ള ഓനെയും കൂട്ടി ശാസ്ത്രബോധവും കഴിവും പ്രാപ്തിയുമുള്ള ഞാൻ കുളം കാണാനുള്ള വിനോദയാത്രയ്ക്കിറങ്ങി.
ഒറ്റ ഓട്ടത്തിന് കുളമെത്തി. ഒന്നല്ല രണ്ടല്ല, ഒന്ന് പടവ്, ഒന്നുമില്ലാത്ത ദാരിദ്ര്യതയ്ക്ക് താഴെയുള്ള കുളം, 2 ചുറ്റുമതിലും സ്റ്റെപ്പുകളുമൊക്കെയുള്ള പഞ്ചായത്ത് കുളം. ഞങ്ങൾ പഞ്ചായത്ത് കുളം ഡെസ്റ്റിനേഷൻ പോയിൻ്റാക്കി. ഒരു സൈഡിൽ പെണ്ണുങ്ങൾ അലക്കുന്ന, മറ്റൊരു സൈഡിൽ കാലി, അവിടെ പുരുഷന്മാർ എന്ന് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ഇറങ്ങി. ശത്രുരാജ്യത്തെ മിത്രം പടവിലിരുന്ന് കുളത്തിലേക്ക് തുപ്പി മീനുകളെ ആകർഷിക്കുന്നു. കൺട്രി ഫെല്ലോ. ഞാൻ വെള്ളമുള്ള 1-ാം സ്റ്റെപ്പിൽ കാലുവെച്ചു. ദൈവത്തിൻ്റെ വരവ് കാത്തിരുന്ന പോലെ പരൽമീനുകൾ എൻ്റെ കാലിൽ ഉമ്മ വെച്ച് ജീവിതം ധന്യമാക്കി. കൂടുതൽ പേർക്ക് ധന്യമാവേണ്ട ഞാനൊരു ബൂർഷ ദൈവകാര്യതല്ലോ. എൻ്റെ തൃപ്പാദങ്ങൾ 2-ാമത്തെ സ്റ്റെപ്പിൽ വെച്ചു. ബ്ലും. പയാലി പിടിച്ച പടവിൽ നിന്നും ദൈവം സകലമാന പ്രജകളെയും കാണാൻ വെള്ളത്തിനടിയിലേക്ക്, പിന്നെ ആകാശം കാണാൻ മുകളിലേക്ക്. അയ്യോ രക്ഷിക്കണേ, ഓടി വരണേ, അയ്യോ. അച്ചടി ഭാഷയിൽ ബാലരമയിൽ വായിക്കുന്ന പോലെ മറ്റോൻ വിളിച്ചു കരയുന്നു. അലവലാതി. അങ്ങനെ വിളിച്ചാൽ ആരെങ്കിലും അന്നാട്ടിൽ വരുമോ? അള്ളാ പഠിച്ചോനെ മണ്ടി വരീ എന്ന് വിളിക്കണം. ഒന്നും അറിയാത്ത, വിദ്യാഭ്യാസം തൊട്ട് തീണ്ടാത്ത മാക്കാച്ചി. മുങ്ങിച്ചാകാൻ പുറപ്പെടുന്ന അതിദാരുണമായ ചെറിയ ഇടവേളയിൽ ഞാനവനെ പ്രാഗി. പെണ്ണുങ്ങളെല്ലാം കൂടി ഓടി വന്ന് എന്നെ കരയ്ക്കടിപ്പിച്ചു. പൊന്ത കലക്കി പഞ്ചാരയില്ലാത്ത ജ്യൂസ് അടിച്ച് ചുവയുള്ള കുളത്തിലെ വെള്ളം 2 കുപ്പി ഞാൻ കുടിച്ചിരുന്നു. അതും ഇത്രം തൊട്ട് മുൻപ് തുപ്പിയ വെള്ളം. യാർഡിലിട്ട മുഖം പായൽ മണക്കുന്നു. ഇനി ഇടാൻ പൗഡർ കുപ്പി കയ്യിൽ പിടിച്ചിട്ടില്ല. സ്പ്രേയിൽ ഉയർന്നു പൊങ്ങുന്ന എൻ്റെ പൂമ്പാറ്റ സ്ലൈഡ് വലിഞ്ഞു മുടിയിൽ കുടുങ്ങിക്കിടക്കണത് അത് ചീത്തയായിരിക്കുന്നു. അതിനി മുടിയിൽ കിടന്ന് തുള്ളൂല. പുതിയ കുപ്പായമെല്ലാം നനഞ്ഞു. ഇതിലും നല്ലത് മരിക്കുന്നതായിരുന്നെന്ന് എനിക്ക് തോന്നി. ഈ അവിടുത്തെ കുട്ടിയാ? അവർ മിത്രത്തോട് ചോദിച്ചു. ഓൻ മിണ്ടിയില്ല. സബന കെ പി ഹൗസ്. ഞാൻ പരിഷ്കാരിയായിരുന്നു മറുപടി പറഞ്ഞത്. അവൻ അയ്യോ രക്ഷിക്കണേ എന്ന് കരയാമെങ്കിൽ അവനേക്കാൾ പരിഷ്കാരി ഒരോണം കൂടുതൽ ഉണ്ടവളാണല്ലോ ഞാൻ. അങ്ങനെ കുറഞ്ഞു കൊടുക്കാൻ പാടില്ലല്ലോ. വേഗം പുറക്കുപോ. അവർ ഉത്തരവിട്ടു. എൻ്റെ പരിഷ്കാരം അവരെ തൃപ്തിപ്പെടുത്തിയില്ലെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ ഓടി തടിയെടുത്തു. വീട്ടിലെത്തി എന്നെ കണ്ട് ഉമ്മ ഞെട്ടിത്തരിച്ചു. എനിക്കെന്തേലും പറ്റിയ ഉമ്മയാണ് സമാധാനം പറയേണ്ടത്. പൊതുവെ ഉപ്പാൻ്റെ വീട്ടുകാർക്ക് ഉമ്മാൻ്റെ വീട് ജീവിക്കാൻ ഒട്ടും സുരക്ഷിതയല്ലാത്ത, എപ്പോൾ വേണേലും എന്തും സംഭവിക്കാവുന്ന ബോർഡർ ലൈനാണ്. ഉമ്മ എന്നെ കണ്ട മാത്രയിൽ വാരിയെടുത്തു. കുഞ്ഞോൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. തിരുമ്പുന്ന താത്തമാരാണ് രക്ഷിച്ചത്. വിവരവും വെളിപാടുമില്ലാത്ത മിത്രം വിശദീകരിച്ചു. ഒക്കത്ത് വെച്ച് ഒന്നിനാത്രം പോന്ന എന്നെ ഉമ്മ ഒറ്റ താഴേക്കിടയിടൽ. ഇഞ്ഞി പോകോ ബലിഷ്ഠമായ കൈ ഉയർത്തി വായുവിൽ ചേറ്റി പൃഷ്ഠത്തിൽ അമർത്തി തല്ലി ചോദിക്കുകയാണ്. എൻ്റെ പടച്ചോനെ, നാടന്ന് വിട്ട് പുറത്തു വന്നപ്പോൾ എനിക്കുണ്ടായ അവസ്ഥ. ഇല്ലാ പോകൂല ഗർജിക്കുന്ന സിംഹണിക്ക് മുന്നിൽപ്പെട്ട മാൻപേടയെ പോലെ ഞാൻ കരഞ്ഞു പറഞ്ഞു. ശരിക്കുള്ള കണ്ണീർ അതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലെ കുതിച്ചു ചാടി. ഇത് അവിടെ പുരക്ക് പോയി പറയും. സത്യസന്ധമായ ISI മുദ്രയുള്ള മുഖമുയർത്തി ഞാൻ മറുപടി കൊടുത്തു. പറയോ. രക്തപങ്കിലമായ കണ്ണുകളുമായി സിംഹണി വീണ്ടും ഗർജിച്ചു. കാലിൽ ആഞ്ഞടിച്ചു. ഇല്ല പറയൂലോയി. ഞാൻ തേങ്ങി. ഉമ്മ അരക്കി കീപ്പോട്ട് തച്ചാൽ മതി, അല്ലെങ്കിൽ ചാവും. കൂടെ പിറന്ന മൂത്ത ദുഷ്ടൻ ഉമ്മയെ ഉപദേശിച്ചു. അപ്പോൾ കൊല്ലാതെ ജീവനാക്കാനുള്ള പ്ലാനാണ്. അല്ലാ എന്ന് വിളിച്ച് ഞാൻ ബോധം പോയ പോലെ കിടന്നു. എല്ലാവരും വരിവരിയായി എന്നെ തട്ടി വിളിച്ചു. സംസം വെള്ളം കൊണ്ടെന്ന് ഉമ്മമ്മ മുഖം തുടച്ചു. ഉപ്പയെത്താതെ ഞാൻ കണ്ണു തുറക്കില്ല ദുഷ്ടന്മാരെ എന്നെൻ്റെ മനസ്സ് മന്ത്രിച്ചു. ഓരി വരാനായി ഇങ്ങൾ മന്ദപ്പ് കാട്ടാതെ വേഗം ഒരുങ്ങാൻ നോക്ക്, ഓളാവുമ്പോൾ നീച്ചോളും. ഉമ്മ ദയദാക്ഷിണ്യമില്ലാതെ ഉറക്കെ പറഞ്ഞു. യാ റബ്ബി, എൻ്റെ ബോധത്തിനൊരു വിലയുമില്ലേ? എൻ്റെ കുഞ്ഞു മനസ്സ് വേദനിച്ചു. പിന്നെ നീണ്ട 1/2 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളെ പിന്നെ കണ്ടോളാം മൂരാച്ചികളെ എന്ന് ശക്തമായി മനസ്സിൽ പ്രഖ്യാപിച്ച് എഴുന്നേറ്റ് പോയി. മിടിയും കുപ്പായവും അണിഞ്ഞ് പോൺസ് പൗഡറിട്ട ഫ്രൂട്ട്സ് സലാഡ് ഐസ്ക്രീം അതീവ ദുഃഖത്തോടെ മെല്ലെ കോരി തിന്നു.